CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനം കാണാനിടയായി. വളരെ രസകരമായി തോന്നിയത് കണ്ടപ്പോൾ. എൻ്റെ അമ്മാവ എന്നെ അടിക്കല്ലേ, ഞാൻ നന്നാവത്തില്ല എന്ന് പണ്ടൊരു കുട്ടി അമ്മാവനോട് അടിയും കൊണ്ടുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ആണ് അത് കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. എൻ്റെ അമ്മാവ എന്നെ അടിക്കല്ലേ, ഞാൻ നന്നാവത്തില്ല. കാരണം അമ്മാവൻ അടിക്കും. അമ്മാവൻ അടിച്ചുകൊണ്ട് അടി കൊടുക്കുന്നതിന് നന്നാവാനാണ്. പക്ഷേ അടിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ നന്നാവത്തില്ല എന്ന് റെഡിയാക്കിയെടുത്തു. ഇവിടെ അമ്മാവന്മാരെ ജനങ്ങളെ എടുത്തിട്ട് അടിച്ചു. പക്ഷേ ഇനി അടിക്കും. എന്നെ അടിക്കല്ലേ, ഞങ്ങളെ അടിക്കല്ലേ, ഞങ്ങൾ നന്നാവത്തില്ല എന്ന് വിളിച്ചു പറയുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിക്കണം. അതായത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്തെന്നറിയോ? അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ തിരുത്തുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടു എന്ന് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു എന്ന് ആലോചിച്ചു. ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് എന്താ തെറ്റ് പറ്റിയത്? കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് 2-3 തെറ്റുകളാണ് അവിടെ പറ്റിയത് കേട്ടോ. 3 തെറ്റ്, ചെറിയ 3 തെറ്റ്. ഒന്ന്, അവിടെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവ്, CPMൻ്റെ വളരെ നേർബുദ്ധിയുള്ള ഒരു നേതാവ്. അപ്പോൾ അദ്ദേഹം CPMലല്ല, പുറത്താക്കി. അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കി. അതിന് പകരം ഈ രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന ആരോപണം നേരിട്ട മധുസൂദനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. അയാളെ സ്ഥാനാർത്ഥിയാക്കിയ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിച്ചു. നല്ല എന്നിട്ട് കുഞ്ഞികൃഷ്ണൻ എന്താ അവിടെ വാരിയിട്ട് അടിക്കാൻ നോക്കി നന്നായിട്ട്. അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെറ്റാന്നോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിന് നേരെ ബോംബെറിയുകയും അദ്ദേഹത്തിൻ്റെ മതിൽ പൊളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ വീട്ടിലുണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്താത്ത കൊണ്ടം ഭയപ്പെടുത്തുന്ന വിധത്തിൽ അവിടെ പടക്കമെറിയുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ബോർഡുകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ അവിടെ വീട്ടിൻ്റെ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിച്ചു. ഇതൊക്കെ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വിളിച്ചു പറഞ്ഞു, ലാമൻ കള്ളനാണ്, ഇത്രയൊക്കെ എടുത്തുകൊണ്ട് പോയി, അങ്ങനെ രക്തസാക്ഷി കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പാടില്ലാത്തതാണ്, അത് ചെയ്തു, അത് ചൂണ്ടിക്കാണിച്ചതിന് നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ. അതിനാണ്. അപ്പോൾ അയാളെ മത്സരിപ്പിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേറെ ഏത് നേതാവിനെയോ ഏത് മെമ്പറെയോ മത്സരിപ്പിച്ചാലും സഖാവ് കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കത്തില്ലായിരുന്നു. അത് ഒരു തെറ്റ് പറ്റിയത്. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് തളിപ്പറമ്പിൽ, ആ മണ്ഡലത്തിൽ, തളിപ്പറമ്പ് മണ്ഡലത്തിൽ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് തളിപ്പറമ്പ് മണ്ഡലം. അതുപോലെ തന്നെ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണൻ മത്സരിച്ച മണ്ഡലം, അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ വളരെ ഈസിയായിട്ട് ജയിക്കാവുന്നതാണ് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റിന്. അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ആരെയെന്നറിയോ? നമ്മുടെ ഈ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയെ തന്നെയാണ്. അതായത് സഖാവ് MV ഗോവിന്ദൻ്റെ ഭാര്യ. അതായാലും MV ഗോവിന്ദനെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അത് ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റാണ്, MV ഗോവിന്ദൻ്റെ തെറ്റല്ല. അയാളുടെ ഭാര്യയെ ചിലപ്പോൾ ഇയാൾ പറഞ്ഞാൽ കേൾക്കത്തില്ലായിരിക്കും കേട്ടോ, അതായിരിക്കും കാര്യം. ഏതായാലും അങ്ങനെ അത് തെറ്റ്. ഈ തെറ്റുകൾ തിരുത്തുന്നതിൽ ഇനി ഈ തെറ്റ് മാത്രമല്ല, ഇനി അടുത്തൊരു തെറ്റുണ്ട്, ഇതിലും വലിയ തെറ്റ്. അപ്പോൾ അതായത് അവിടെ സഖാവ് TK ഗോവിന്ദൻ, അദ്ദേഹം വളരെ വളരെ ആദരണീയനായ, വളരെ അവിടെ വളരെ അധികം അദ്ദേഹത്തിന് സ്വാധീനമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു പാർട്ടി മെമ്പർ. അദ്ദേഹം ഉണ്ടല്ലോ, ഈ ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് PK ശ്യാമളയെ മത്സരിപ്പിച്ച ഒരൊറ്റ കാരണം കൊണ്ട് സഖാവ് TK ഗോവിന്ദൻ അവിടെ മത്സരിച്ചു. അതാ കാര്യം. ഇത് ഈ PK ശ്യാമളയെ അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അയാളും മത്സരിക്കത്തില്ല. അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു തെറ്റ്. മൂന്നാമത്തെ ഒരു തെറ്റെന്ന് പറയുന്നത്
മട്ടന്നൂരിൽ നിന്ന് കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഇലക്ഷനിൽ ജയിച്ചു വന്ന ശ്രീമതി കെ ശൈലജ ടീച്ചറെ അവിടെ മത്സരിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. മത്സരിക്കാതെ അവർക്ക് സീറ്റ് കൊടുത്തില്ല. പിന്നെ അവസാനം അവർക്ക് സീറ്റ് കൊടുത്തു. എന്താണെന്നറിയോ? പേരാവൂര് സണ്ണി ജോസഫ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ഇവരെ കൊണ്ട് നിർത്തി. അതിന് അവർ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പാടില്ലാത്തതാണ്. ഞാനിത് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ശൈലജ ടീച്ചർ ഒരു കാരണവശാലും അവിടെ മത്സരിക്കരുത്. അത് മനഃപൂർവ്വം അവരെ വെട്ടി നിരത്താൻ കൊണ്ടുപോയി നിർത്തിയേക്കുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്യരുത്. എനിക്ക് വേണ്ട, മത്സരിക്കാൻ തയ്യാറല്ല, എനിക്ക് ശരീര സുഖമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മത്സരിക്കരുതായിരുന്നു. അതിന് ആദ്യം അവരെ ഒതുക്കി നിർത്താൻ വേണ്ടി ചെയ്ത പണി എന്താണ്? അവരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വളരെ കൊണ്ടുനിർത്തി. എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തനായിട്ടുള്ള ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ നിന്ന് ജയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് MLA ആയിട്ടിരിക്കുന്ന ശൈലജ ടീച്ചറെ ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വടകര മത്സരിപ്പിച്ചു, തോൽപ്പിച്ചെടുത്തു. അങ്ങനെ കാര്യമുണ്ടായി. ഇനി ഇവർ ഒന്നുകൂടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർ അടപ്പൂരി പോകുമല്ലോ. അപ്പോൾ ഇങ്ങനൊരു പരാജയം ഉണ്ടാകുമെന്ന് ശ്രീ പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒഴിച്ച് ഈ ലോകത്ത് ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു തോപ്പിടുമെന്ന്. പക്ഷെ പിണറായി വിജയനും MV ഗോവിന്ദനും അറിഞ്ഞൂടാ ഇത് തോറ്റു പോകുന്നു. ഇവർ ജയിക്കും, എങ്ങനെയായാലും വൻ ഭൂരിപക്ഷത്തിൽ അങ്ങ് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 100-ലധികം സീറ്റ് വാങ്ങി ജയിക്കും, ഇതായിരുന്നു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ശൈലജ ടീച്ചറെ കൊണ്ടുവന്ന് പേരാവൂർ മത്സരിപ്പിച്ച് തോൽപ്പിച്ചെടുത്തു. അപ്പോൾ ശൈലജ ടീച്ചർ എവിടെ? ഷീസ് നോവെയർ. ഇനി അവർക്കൊന്നുമില്ല. കാരണം അവർക്ക് ചോദിക്കാൻ പറ്റുമോ എനിക്കിനി ഇന്നടത്ത് മത്സരിക്കണം എന്ന് പറയാനും പറ്റത്തില്ല. കാരണം എന്താ? 2 മത്സരങ്ങളിൽ മത്സരിച്ച് ദയനീയമായിട്ട് തോറ്റു പോയതല്ലേ എന്ന് പറയുകയും ചെയ്യാം. അവരുടെ മണ്ഡലത്തിൽ അവർ മത്സരിച്ചാൽ അവർ ജയിച്ചേനെ. അത് സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞ് അവിടെ ഒരു ചെറുപ്പക്കാരനെ DYFIയുടെ ഒരു നേതാവിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് അയാൾ കഷ്ടിച്ച് കടന്നുകൂടി. എന്നിട്ട് അതിന് പറഞ്ഞെന്തെന്നറിയോ? പൊരുതി ജയിക്കട്ടെന്ന്. ഇവരെ വയസ്സുകാലത്ത് പൊരുതി ജയിക്കട്ടെ, ചെറുപ്പക്കാരൻ പൊരുതണ്ടാത്ത സീറ്റിൽ ചെറുപ്പക്കാരനെ നിർത്താം, പ്രായമുള്ളവരായതുകൊണ്ട് ഇവർ വലിയ നേതാവായതുകൊണ്ട് പൊരുതി ജയിക്കട്ടെന്ന്. എന്നിട്ട് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചു കേട്ടോ. പൊരുതി ജയിക്കാനൊന്നും പോയില്ല. ഏതായാലും അവിടെയും 6 റൗണ്ടിൽ താഴെ പോയിട്ട് വേർത്ത് കുളിച്ച് മരണാസന്നനായി അടുത്ത മറ്റ് റൗണ്ടുകളിൽ കടന്നുകൂടി. ഇതാണുള്ളത് സംഭവിച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടത്. പിന്നെ അടുത്തത് ഇത്രയും അതേപോലെ കുഞ്ഞുകൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതുപോലെ തന്നെ ശ്രീ TK ഗോവിന്ദൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതേപോലെ അടുത്തതായിട്ട് വന്നത് നമ്മുടെ G സുധാകരൻ കേട്ടോ. ഇത് കണ്ണൂരിലെ അല്ല, അതിവിടെ സുധാകരൻ സാറ് അന്തസ്സായിട്ട് അവിടെ ജയിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതും അങ്ങ് പോയി കിട്ടി. ഇതെല്ലാം പോയി കിട്ടി. ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനി ഇതാണ്. അപ്പോൾ ഇവർക്ക് ഈ തോൽവി മനസ്സിലായിട്ടില്ല. ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ എന്താ രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഞങ്ങൾ എല്ലാവരെയും നേരെയാക്കണം, അതാണ് വേണ്ടത്. എല്ലാവരും നേരെയാവണം കേട്ടോ. എല്ലാവരെയും നേരെ നടത്താൻ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ ശരിയാക്കാൻ. അതാണ് ശരിയെന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് തന്നെ മാറ്റണം എന്നുള്ളതല്ല. ഞാനുള്ളവർ നല്ല നടത്ത വേണം. അത് ഞാൻ ഇപ്പം നടക്കുന്നത് ശരിയാണ്. അത് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അതായത് അടി മുതൽ മുടി വരെ അങ്ങേയറ്റം വരെ ഉള്ളവരെ എല്ലാവരെയും റെഡിയാക്കി എടുക്കണം. അതാണ് വേണ്ടത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയോ? ഇവർ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കത്തില്ല ഒരിക്കലും. നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ നമ്മുടെ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷത്ത് നേതാവ് സ്ഥാനത്ത് നിന്ന് മാറാനോ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറാനോ തയ്യാറല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മാവായി എന്നെ അടിക്കല്ലേ, ഞാൻ നന്നാവത്തില്ല. അതാണ് സംഭവിക്കുന്നത്.